അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താ നോക്കിക്കോളൂ. ആദ്യമായി ചോറിട്ടു, ചോറടച്ച് വെച്ചു, ക്യാബേജ് തോരൻ വിളമ്പി, പിന്നെ മമ്പയർ ഉപ്പേരി, പിന്നെ ആവക്കായ അച്ചാർ, അതായത് നമ്മുടെ മാംഗോ പിക്കിളാണ്, വെള്ളരിക്ക തക്കാളി പരിപ്പ് കറി ആൻഡ് പപ്പടം. പപ്പടം ഇല്ലാതെ എന്ത് ഫുഡ്? അപ്പോൾ നല്ല വെജിറ്റബിൾ ഫുഡാണ് കേട്ടോ, വെജിറ്റേറിയനാണ്. ബിക്കോസ് ഇന്ന് കർണാടകയിൽ ഇവരുടെ ഒരു അബ്ബയാണ്, വരലക്ഷ്മി പൂജ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതുകൊണ്ട് നോൺ വെജൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ, എല്ലാം കൂടിയും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് അച്ചാറുണ്ടല്ലോ, ആവക്കായ അച്ചാറുണ്ട് കേട്ടോ. ആവക്കായ അച്ചാർ മീൻസ് മാംഗോ പിക്കിൾ, ആന്ധ്രാപ്രദേശ് സ്റ്റൈൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. കടിക്കണ്ടൊക്കെ വെച്ചുണ്ടാക്കിയത്. വെള്ളരിക്ക കറി ഉണ്ടാവും കഴിക്കും. വെള്ളരിക്ക കറി ഉള്ളപ്പോൾ ഒരു പച്ചമുളക് ഉടച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. നല്ല എരിയും, പക്ഷെ എന്നാലും ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ക്യാബേജ് തോരൻ, മമ്പയർ, മെഴുക്ക് വരട്ടി, പപ്പടം. പപ്പടമില്ലാതെ എന്താ ആഘോഷം? ഇപ്പോൾ അന്നത്തെ ചിക്കൻ കറി ഇഷ്ടമല്ല, എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലേ, എന്താ അറിയില്ല, ആകൊരു വെറുപ്പ് പിടിച്ചിട്ടോ. അന്ന് ഞാൻ പറഞ്ഞു എന്തോ ഒരു വെള്ളരിക്ക തക്കാളി പരിപ്പ് കറി, നോ മോര്. ഇനിയാണ് പച്ചമുളകിൻ്റെ നടു കഷ്ണം കഴിക്കാൻ കേട്ടോ. എന്താ അറിയില്ല, നല്ല കട്ടി തോടുള്ള പച്ചമുളക് കൊണ്ട് അത്രയും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇതിലുണ്ടാവും. എന്തൊക്കെ പച്ചമുളകല്ലേ. ഇങ്ങനെ കുറച്ച് പച്ചച്ചോറ് ആയി തിന്നില്ലെങ്കിലേ പണി കിട്ടും. ഇന്നത്തെ കുറിച്ച് ലഞ്ച് ഉണ്ടല്ലോ എല്ലാവരും അടിപൊളി. എത്ര നോൺ വെജ് ഉണ്ടാക്കിയാലും നമ്മളെ പച്ചക്കറി വിഭവങ്ങൾ കുറേ ഉണ്ടാക്കി കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഒരു ഫുഡിനും ഇല്ല. അതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആർത്തി ഉണ്ടാകും, അത് വേറെ പണി. പച്ചക്കറിയുടെ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ലഞ്ച് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.